രാജസ്ഥാനിൽ മഴക്കെടുതിയിൽ മരണം 14ആയി. ജയ്പൂരിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വെള്ളത്തിലാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായ മഴയെ തുടർന്ന് 280-ലേറെ റോഡുകൾ അടച്ചിട്ടിരിക്കുന്നു. വിനീത വിജി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ മഴക്കെടുതി അതിരൂക്ഷമായി തുടരുകയാണ്. രാജസ്ഥാനിലെ താഴ്ന്ന മേഖലകളിലൊക്കെ തന്നെ വെള്ളക്കെട്ടാണ് ഇപ്പോൾ ഉള്ളത്. ജയ്പൂരിലടക്കം പല മേഖലകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടുത്തെ ഈ വെള്ളം കയറിയ സ്കൂളുകളിലൊക്കെ തന്നെ അവധി നൽകിയതായും നമുക്കൊരു റിപ്പോർട്ട് കൂടി ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ മഴക്കെടുതിയിൽ രാജസ്ഥാനിൽ ഇതുവരെ 14 പേരാണ് മരിച്ചത്. ഹിമാചലിലും അതേപോലെ തന്നെ സ്ഥിതിഗതികൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മിന്നൽ പ്രളയവും പിന്നീടുണ്ടായ ബുദ്ധിമുട്ടുമൊക്കെ കാരണം വലിയ ദുരിതമാണ് ഹിമാചലിലൊക്കെയുള്ള പല മേഖലകളിലും ഉണ്ടായത്. ഇപ്പോൾ 3 പേരുടെ മൃതദേഹം ഹിമാചലിൽ കണ്ടെടുത്തുവെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഒപ്പം തന്നെ പല മേഖലകളിലും നിരവധി വീടുകൾ തകർന്നു. ഏതാണ്ട് 280ഓളം റോഡുകളാണ് ഇപ്പോൾ ഈ മഴക്കെടുതി കാരണം അടച്ചിട്ടിരിക്കുന്നത്. ഈ ദുരിതബാധിതർക്ക് എല്ലാവിധ സഹായവും നൽകുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഹിമാചലിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹി ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇന്ന് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഡൽഹിയിലും ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഈ നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നുള്ളത് തന്നെയാണ് നിർദ്ദേശം. 2 ദിവസത്തേക്ക് കൂടി മഴ കനക്കുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. എസ് കെ.